ശാന്തമായ കായലുകളെ ജീവസുറ്റതാക്കുന്ന ഉത്സവങ്ങളാണ് വള്ളംകളി. കേരളത്തിലെ ഏറ്റവും വർണ്ണാഭമായ ജലവിനോദമായ നെഹ്റു ട്രോഫി വള്ളംകളി ആലപ്പുഴയുടെ സ്വന്തം ഉത്സവമാണ്. എല്ലാ വർഷവും ഓഗസ്റ്റ് മാസത്തിലെ 2ാം ശനിയാഴ്ച ഓണത്തോടനുബന്ധിച്ച് ആലപ്പുഴ പുന്നമട കായലിൽ വള്ളംകളി മത്സരം നടത്തുന്നു. കേരളത്തിന്റെ ഈ അഭിമാനകരമായ സാംസ്കാരിക കായിക ഇനം ലോകമെമ്പാടും പ്രശസ്തമാണ്. നെഹ്റു ട്രോഫി എന്ന് പേരിട്ടിരിക്കുന്ന ട്രോഫി വള്ളംകളിയിലെ വിജയികൾക്ക് സമ്മാനിക്കുന്നു. തടികൊണ്ടുള്ള ചട്ടക്കൂടിൽ സ്ഥാപിച്ചിരിക്കുന്ന വെള്ളി നിറത്തിലുള്ള ചുണ്ടൻ വള്ളത്തിന്റെ മാതൃകയാണ് ട്രോഫി. ആലപ്പുഴക്കാരുടെ മികച്ച ടീം സ്പിരിറ്റും ഏകീകരണവും സൌഹാർദ്ദവും സൂചിപ്പിക്കുന്ന കായിക വിനോദമാണ് വള്ളംകളി. ഊർജ്ജസ്വലരായ ഒരു ജനതയുടെ ജീവിതത്തെയാണ് ഇത് വരച്ചു കാണിക്കുന്നത്. വള്ളംകളി കായലുകളുടെ ഉത്സവമായി എല്ലാ ആർഭാടങ്ങളോടും കൂടി ആഘോഷിക്കപ്പെടുന്നു. വാസ്തവത്തിൽ വള്ളംകളി ഉത്സവം മലയാളി ജീവിതത്തിൽ നിന്ന് വേർതിരിക്കാനാവാത്ത ഉത്സവമാണ്. ഒരു മത്സരത്തിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ലോകത്തിലെ ഒരേ ഒരു കായിക ഇനമാണ് ചുണ്ടൻ വള്ളംകളി. സാമുദായിക സൌഹാർദ്ദത്തിന്റെ പ്രതീകമായി നിലകൊള്ളുന്ന വള്ളംകളി കൈക്കരുത്തിന്റെയും ഏകാഗ്രതയുടെയും മത്സരം കൂടിയാണ്. മത്സരത്തിന് മുന്നോടിയായി വർണ്ണാഭമായ വാട്ടർ പരേഡുകൾ ഉണ്ടാകും. ചുക്കാൻ പിടിക്കുന്ന 4 പേരും 25 ഗായകരും 100-125 തുഴക്കാരും വഞ്ചിപ്പാട്ടുകാരന്റെ വേഗതയേറിയ താളത്തിനൊത്ത് തുഴയുന്നു. ആയിരക്കണക്കിന് ആളുകൾ കായലിന്റെ അരികിൽ തടിച്ചുകൂടുന്നു. വള്ളംകളി മത്സരം പുന്നമട കായലിന്റെ മനോഹാരിതയുടെ മാറ്റുകൂട്ടുന്നു. പണ്ടുകാലത്ത് പുന്നമട കായലിലൂടെ ചരക്കു കടത്താനും യാത്ര ചെയ്യാനുമായി ചുണ്ടൻ വള്ളങ്ങളെയാണ് ആശ്രയിച്ചിരുന്നത്.